നമ്മുടെ ജീവിതമാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് അവരുടെ പേരറിയില്ല, അത്ര ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് അയ്യോ അത് എന്റെ തെറ്റാണോ? പക്ഷെ അവിടെ കിട്ടുന്നത് ഒരു നല്ല കംഫർട്ട് സോണാണ്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് വേറൊരു നടനോട് പുള്ളി ഇത് പറഞ്ഞിട്ടുണ്ട്, അയാൾ പൊഴിച്ചത്ര. ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ് ശരിയെന്ന് ആര് പറഞ്ഞു? പറഞ്ഞു ജോണി ആ പറയുന്ന റോൾ അങ്ങ് ചെയ്ത് പോയാൽ ജോണി അവിടെ ഇതൊന്നും ജോണി അന്വേഷിക്കണ്ട. അപ്പോൾ അയാൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നിന്ന് റെഡി ആയിട്ടുമ്പോൾ ഇയാൾ നമ്മുടെ തൊട്ടടുത്ത് നിന്നിട്ട് ഞാനപ്പോൾ അയാളോട് പറയും, ഒരു കാര്യം ചെയ്തു, ഞാനുള്ളപ്പോഴെങ്കിലും അത് പറയണ്ട. അല്ല, അത് ലോകത്താർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല, സിദ്ദീഖ് മനസ്സിലായില്ല. ഞാൻ കേട്ടില്ല ശരിക്കും. അല്ല, ആ ചോദ്യം എന്തായിരുന്നു അത് പറയോ? ഗായത്രി, ഞാൻ ചോദിച്ച ചോദ്യം സിദ്ദീഖ് അത് മനസ്സിലായെന്ന് പറയണം. ശരി, ഇവിടുന്ന് പറയണം. പറയാം. ഇവിടുന്ന് പറയല്ലോ, ഇവിടുന്ന് പറയണം. ഞാൻ ചോദിച്ച ചോദ്യം സാമ്യമല്ല പറഞ്ഞത്, പാഠം. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കി തരാം. അതായത് ഇപ്പം മധുരമീ ജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് 10 മിനിറ്റ് സെറ്റിൽ ഫ്രീ ആയിട്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്റെ അഭിനയം എനിക്ക് ഭേദം വെച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ടേക്ക് എന്ന് പറയാൻ പോവാണ്. ഞാൻ പെട്ടെന്ന് അമ്പിളിച്ചേട്ടനോട് പറഞ്ഞു, അമ്പിളിച്ചേട്ടാ അത് അമ്പിളിച്ചേട്ടൻ്റെ ശരീരത്തിൽ ചെന്ന് ഇടിച്ചിട്ട് പിന്നെ പുള്ളിയുടെ ഒരു റിയാക്ഷൻ ഒക്കെ ഉണ്ട് അവിടെ. ഇത് നമുക്ക് ഒറ്റ സെക്കൻഡോട് തോന്നുന്നതാണ്. ഇപ്പോൾ ഞാൻ മുമ്പിലിട്ട് ഇടിച്ചിട്ടുണ്ട്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടം നടക്കുമ്പോൾ NM സാർ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് പ്രോംപ്റ്റിംഗ് ഒന്നും വേണ്ട, പുള്ളി അങ്ങ് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, അപ്പോൾ റിഹേഴ്സൽ ചെയ്ത് ഓക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടേക്ക് പോവാം. ടേക്കിൽ പുള്ളിയുടെ ഡയലോഗ് തെറ്റിപ്പോയി. എൻ്റെ പേര് ദിവാകരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടും ലേറ്റ് ആകും ഉടനെ. എന്താ പറ്റി? ജോണി തൊട്ടത് ലേറ്റ് ആയിരുന്നു. വെടി കൊണ്ടിട്ടെന്ന് പറയണ്ട, ഇയാൾക്ക് അങ്ങനെ വെടി കൊണ്ടു. ആ ഉണ്ടയും തൊണ്ടയിൽ വെച്ചിട്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിക്കണമെന്ന് പറഞ്ഞു. അത് ജോണി പറഞ്ഞു തന്ന ഡയലോഗാണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 6 അതിഥികൾ, 6 പേർക്കും സ്വാഗതം. എവിടെ നിന്ന് എങ്ങനെ എന്നൊന്നും പിടികിട്ടുന്നില്ല. ലേഡീസ് ഫസ്റ്റ്. അങ്ങനെയാണോ? അങ്ങനെ മതിയോ? അങ്ങനെ തുടങ്ങിയാൽ മതി. അത് ഇവിടെ നിന്ന് തുടങ്ങാം. പിന്നെന്താ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല സുഖം, നല്ല വിശേഷം. മധുരമേ ജീവിതം അല്ലെ? ജീവിതം തന്നെ അല്ല മധുരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലേ? എങ്ങനെയുണ്ട് ഈ മധുരമേ ജീവിതത്തിൽ? നന്നായിരിക്കുന്നു. നല്ല കഥാപാത്രം, നല്ല കഥയാണ്, നല്ല ഒരു മെസ്സേജാണ് ഉള്ളത്. പിന്നെ നന്നായി ചെയ്തിരിക്കുകയാണ്. മേക്കിങ്ങിലും ഒരു നല്ല ഒരു ഇതുണ്ട്. ഇനി പ്രേക്ഷകന്മാർ ഇത് ഏറ്റെടുക്കണം. ഇത് നമ്മുടേതാണ്. മധുരമീ ജീവിതം നമുക്ക് കാണണം എന്നുള്ള നമ്മുടെ മധുരമായ ജീവിതം പ്രേക്ഷകർക്ക് എടുക്കുകയാണ്. ഇനി അവര് മധുരമായി അങ്ങനെ ഏറ്റെടുക്കണം. അതെ, അതാണ് വേണ്ടത്. ഇപ്പോൾ എനിക്കൊന്ന് കുറേ സിനിമകൾ ചെയ്തു വെച്ചു. ആ സിനിമകളൊക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലിരിക്കുന്ന ഒരു ആക്ടേഴ്സ് തന്നെയാണ്. ആ ജീവിതത്തിൽ നിന്നും ഈ ജീവിതത്തിലേക്ക് എത്തും. കുറേ സിനിമകൾ ചെയ്തു വെച്ച ജീവിതങ്ങളുണ്ട്. ഈ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ സിദ്ദിഖ് ഉണ്ട്, ജോണി ചേട്ടനുണ്ട്, സീനിയറായ ആളുകളൊക്കെ ഉണ്ട്. ഇവരുമായിട്ടുള്ള വീണ്ടും ഒന്നിക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? ജോണി സാറിനോട് ഞാൻ ആദ്യമായിട്ടാണ്, അവരോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ സിദ്ദിഖ് ജി ആയിട്ട് കുറേ പടത്തിലും സീരിയൽസിലും കുറേ ഇതിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എൻ്റെ കരിയർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് ജിയോടൊപ്പമാണ്. അത് ലാളനം ഫിലിം, പിന്നെ സൺഡേ ഹോളിഡേ, അതിലും സാറും ഞാനും ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീ ജന്മം, പിന്നെയും ഒരു സ്ത്രീ, അല്ലാതെ മൂക്കില്ല രാജ്യത്ത്, പിന്നെ മധുരമീ ജീവിതം, ഇത് കുറേ, സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന മറ്റൊരു പടം ഉണ്ടായിരുന്നു. അതിലൊക്കെ കണക്കാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതൽ നാളുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് ജിയോടൊപ്പമാണ്. അപ്പോൾ അത് പിന്നെയും ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആക്ട്രസ്സായിട്ട് നമ്മൾ തമ്മിലുള്ളത്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അത് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമല്ല, അത് അൺടോൾഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സാർ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നിപ്പോകും. അങ്ങനെ ആയിരിക്കും സാറിന്, അതെനിക്കറിയില്ല. പക്ഷെ അവിടെ കിട്ടുന്നത് ഒരു നല്ല കംഫർട്ട് സോണാണ്. അങ്ങനെയാണ്
ഇത്രയും കാലം നടന്നു വന്നിരിക്കുന്നത്. പിന്നെയും ഒരു അവസരം ഇങ്ങനെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അല്ല, നിങ്ങൾ തമ്മിലുള്ള കോംബോ ഇവർക്കറിയാം, ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും അത് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരു വിജയത്തിലേക്കാണെന്നുള്ള അറിയാം. അതുകൊണ്ടല്ല വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതെ, പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അത് നിങ്ങൾ പറയുന്നത് ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ടാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്, പിന്നെ പൊരുത്തമാണ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവരോടൊപ്പം ഇത് സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. എവിടെയോ ഒരു പിടുത്തമുണ്ടാവും, എവിടെയോ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. ഒരു ഹെസിറ്റേഷനും ഇല്ലാണ്ട് തുറന്ന് സംസാരിക്കാം സിദ്ദിഖിയോടൊപ്പം. അങ്ങനെയാണ് ഒരു കംഫർട്ട് സോൺ തന്നിരിക്കുന്നത്. ഐ എം ഷുവർ വിത്ത് ഓൾ ഹിസ് അതർ കോ ആർട്ടിസ്റ്റ് ഓൾസോ ഹീ ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി, ബിക്കോസ് ഐ ഹാവ് ഒബ്സർവ്ഡ് ഹിം ബീയിങ് ദാറ്റ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജോണിച്ചാനായിട്ട് ആദ്യമായിട്ടാന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ്. അതെ അതെ. സിദ്ദിഖ് ഖാനെ പോലെ അത്രയ്ക്കും എങ്ങനെയാണ് ജോണിച്ചാൻ? ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് സർ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരുന്നു. അന്ന് സംസാരിച്ച രീതി തന്നെ എനിക്ക് ഈ ഭയങ്കര ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഡയറക്ടറും കൂടി ആയതുകൊണ്ട് അവരുടെ ഒപ്പം അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ജോണി സാറിനെ പല ക്യാരക്ടേഴ്സിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഇത് വേറെ രീതിയിലുള്ള ഒരു ഇതാണ്. ഇന്നസെൻറ്റ് സാറിന് മാച്ചില്ല, ഇപ്പോഴും ഒരു മാച്ചില്ല. പക്ഷെ മാച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജോണി സാർ ആയിരിക്കുമോ എന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നു. ശരിക്കും മാമിനല്ല എക്സൈറ്റ്മെന്റ്, എനിക്കാണ്. കാരണം എൻ്റെ എത്രയോ സീനിയറായിട്ടുള്ള നമ്മൾ ആരാധിച്ചിരുന്ന കഥാപാത്രം ഒരു താരമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല മണിച്ചിത്രതാഴ് പോലുള്ള സിനിമകൾ. അപ്പോൾ എനിക്ക് ഈ കോമ്പോ പ്രത്യേകിച്ച് സിദ്ദിഖേട്ട ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, എത്രയോ സിനിമകൾ തുടക്കത്തിലേക്കൊന്നും ഞാൻ അസിസ്റ്റൻ്റായിട്ട് അവന് വർക്ക് ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് സിനിമകൾ അതിനകത്ത് സിദ്ദിഖേട്ടനായിരുന്നു നായകൻ. അപ്പോൾ സിദ്ദിഖേട്ടനുണ്ടായിരുന്നു നായകനായിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും കോമ്പോ ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളും സീരിയലും രജിസ്റ്ററായ കോമ്പോയാണ്. അപ്പോൾ അതിലൊരു ഇവരുടെ ജീവിതത്തിലൊരു പ്രധാന പാർട്ടായിട്ട് ഞാനുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഈ ലോകത്ത് ചിലർക്ക് പകരക്കാരില്ല, വില്ലസിൻ്റെ ആയിട്ടൊന്നും ആകാൻ നമുക്ക് ജീവിതത്തിൽ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ കാലത്ത് അത്തരം ആളുകളില്ലാത്തതുകൊണ്ട് നമ്മളെ പരിഗണിക്കുന്നു. അതൊന്ന്. പിന്നെ എന്താ വെച്ചാൽ ചെയ്തു വെച്ചതിൻ്റെ മുകളിലൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടിയത് നമ്മൾ ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെടണം. അപ്പോൾ നമുക്ക് മുന്നിൽ ലെജൻസ് ഉള്ളതുകൊണ്ട്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ മുന്നിൽ ഉള്ളതുകൊണ്ട് ഇത് ആരുടെ പിള്ളേർക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. വല്ല സൂര്യവംശിയൊക്കെ വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് നമുക്ക് ശ്രമമാണ്, പിന്നെ ഇഷ്ടമാണ് സിനിമയോട്, പിന്നെ ജീവിതമാർഗ്ഗമാണ്. നമ്മൾ ശ്രമിക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അഭിനയിക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുമായിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഓരോ പടം കഴിയുന്നതോറും ബെറ്റർ ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിദ്ദിഖേട്ടൻ പറഞ്ഞു, ജോണിയുടെ ഒരു തോലോടെ പൊഴിയാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പാമ്പാ ഏതാ പൊഴിയാണ്. അത് പുള്ളി പറഞ്ഞതെന്നു വെച്ചാൽ പണ്ട് വേറൊരു നടനോട് പുള്ളി ഇത് പറഞ്ഞിട്ടുണ്ട്, അയാൾ പൊഴിച്ചത്രേ. അപ്പോൾ ഇനി എന്നാ ഞാൻ പൊഴിക്കുന്നത് എന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ. പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചേട്ടനോട് ചോദിക്കണം, പൊഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടാ? തോന്നിയോ? ഇല്ല, അതിനുള്ള പടങ്ങളായിട്ടില്ല. അല്ല, എങ്കിലും ഉണ്ടോ സിദ്ദിഖ്? അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. ഇവിടെ വെച്ച് പറഞ്ഞല്ലോ. അല്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഹൈദരാലിയോട് പറയുകയില്ല. ഇത് വേറെ ആരോട് പറഞ്ഞാലും ഹൈദരാലിയോട് പറയുകയില്ല. അങ്ങനെ സിദ്ദിഖ് ഹൈദരാലിയോട് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഇവിടെ പറയണല്ലോ ഏറ്റവും നല്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ആക്ടേഴ്സ് തമ്മിൽ അങ്ങനെ പലരും പറയും, കൊളീഗ്സ് തമ്മിൽ പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ അങ്ങനെ പറയുന്നതാണ്, അത് ഞങ്ങൾ തമ്മിൽ പങ്കുവെക്കുക. അല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരു ചിലർ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ അവരുടെ നിന്ന് നമുക്ക് ചില ടിപ്സ്. ഇപ്പം സിദ്ദിഖേട്ടൻ മറ്റേ ആരെയും അങ്ങനെ നമ്മുടെ അഭിനയത്തിൽ ഇടപെടുകയൊന്നും ചെയ്യുന്ന ഒരാളല്ല. പുള്ളി അങ്ങനെ ചെയ്യിക്കണേ എന്ന് പറയാറേ ഇല്ല. അപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി പറയും വേണേൽ അങ്ങനെ എന്നുള്ള സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഒരു പാഠമാണ്. പ്രത്യേകിച്ച് എത്രയോ കഥാപാത്രങ്ങൾ ആളുകൾക്ക് പ്രിയങ്കരമാക്കിയിട്ടുള്ള ഒരു സ്റ്റാർ, ഒരു നടൻ, ഒരു ആർട്ടിസ്റ്റ്, അത് ചെയ്യാൻ പറ്റുന്ന കൂടെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമില്ല. അതെ, ഒരു ആക്ടർ എപ്പോഴും വേറൊരു ആക്ടറുടെ ഒരു അഭിനയത്തിൽ ഇടപെട്ടാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം, ഞാൻ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ഒരാളെ പോലും ഞാൻ കറക്റ്റ് ചെയ്യാൻ ഞാൻ നിൽക്കാറില്ല. ഞാനിപ്പോൾ അതിനേക്കാൾ കൂടുതൽ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളായിരിക്കും, പക്ഷേ
ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ് ശരിയെന്ന് ആര് പറഞ്ഞു? സിനിമയിൽ നന്നാവുന്നത് ചിലപ്പോൾ അയാൾ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നമുക്കതിൻ്റെ റിസൾട്ട് ജഡ്ജ് ചെയ്യാറായിട്ടില്ല നമ്മൾ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എനിക്ക് അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുകയും അതല്ല ഇങ്ങനെ ചെയ്യുന്ന പറയാൻ തോന്നുകയും ചെയ്യുന്നത്. പക്ഷെ അയാൾ ചെയ്യുന്നില്ല, അതായിരിക്കും ശരി. ഓരോ ആക്ടർക്കും ഓരോരോ സ്റ്റൈലുണ്ട്, ഓരോരോ കാര്യങ്ങളുണ്ട്, അതിനോരോ അവരുടേതായ ശരികളുണ്ട്. നമുക്കതിനെ തിരുത്താൻ ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടാറില്ല. ജോണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീൻ കിട്ടിക്കഴിയുമ്പം ജോണി അത് ചെയ്യാനുള്ള ഒരു വെപ്രാളം, ഞാൻ പറഞ്ഞാൽ അത്രയും വെപ്രാളപ്പെടണ്ട, നമുക്കത് വളരെ കൂളായിട്ട് ചെയ്തിട്ട് പോയി. അല്ല ചേട്ടാ അല്ല അത് ജോണിയുടെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ജോണി ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുന്നത് ഈ ആക്ടിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം. ജോണി കുറേ കാലം അവിടെ നിന്ന ആളാണ്. അപ്പം ജോണിക്ക് അയാളുടെ ടെൻഷനും കൂടെ ജോണി ഏറ്റെടുക്കും. നമുക്കത് ശീലമില്ല. ഇതിനൊരു മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഞാൻ ശിക്കാരി ശംഭുവിൽ അഭിനയിച്ച്, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള, ശിക്കാരി ശംഭു അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ പടം കാണും, നമുക്ക് എല്ലാ പടം കാണുമല്ലോ. ഇവിടെ ജോണി അഭിനയിക്കുമ്പോഴും ജോണിയിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പറ്റി? അവരോട് പറഞ്ഞു ജോണി ആ പറയുന്ന റോളങ്ങ് ചെയ്ത് പോയാൽ ജോണി അവിടെ പാസിങ് പോകുന്നുണ്ടോ, മറ്റവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ, ക്യാമറ ഓണായി കാണുമോ, ഇതൊന്നും ജോണി അന്വേഷിക്കണ്ട. പണ്ട് അനീഫ് കേക്ക് ഉണ്ടായിരുന്നു അത്രയും കുഴപ്പം. ഇത് നമ്മുടെ ആക്ടിങ്ങിനെ ബാധിക്കും. നമ്മൾ അതെല്ലാം വിട്ടിട്ട് നമ്മളിപ്പോൾ കരഞ്ഞ് അഭിനയിക്കുന്ന സീനാണെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നാണ്. അല്ലാതെ ഭയങ്കര സങ്കടം വന്ന് നിൽക്കുമ്പോൾ കരഞ്ഞഭിനയിക്കുന്ന സീൻ നന്നാവില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് നിന്നാലാണ് നമുക്ക് സങ്കടം അഭിനയിക്കാനും പോലും പറ്റുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാം വിട്ടു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതും കൂടെ അങ്ങ് പൊഴിഞ്ഞു പോകണം. എന്നിട്ടൊന്നും ഈ പറഞ്ഞത് തുടക്കകാലത്ത് എന്തായാലും നമ്മളിൽ അത് ഉണ്ടാവും. ഇപ്പം പക്ഷേ നമ്മൾ പയ്യെ അതിനകത്ത് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ കിടന്ന് ചില സമയത്ത് നമ്മളിങ്ങനെ സെറ്റിലിരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ കൊണ്ട് ക്ലിയർ ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്തിന് നമുക്കിരുന്നാൽ പോലെ നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ ജോലി നോക്കിയാൽ പോലെ എന്ന് തോന്നും. അത് നമ്മൾ ഈ പറഞ്ഞ പുറകിൽ നിന്ന് ശീലിച്ചുകൊണ്ടും പിന്നെ അറിയാതല്ലാതെ തന്നെ എനിക്ക് കുറച്ച് ഇതെങ്ങനെ ആകണ്ടേ വല്ല ഇന്ന് വൈകിട്ട് തീരണ്ടേ സീന് എന്നൊക്കെ തോന്നുന്ന ഒരു ഉത്കണ്ഠ എന്തെങ്കിലും ഉള്ളതാണ്. അതാണ് പൊഴിഞ്ഞു പോകണമെന്ന്. വേറൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു കുറേ കാലം. അയാൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കൂടെ. അപ്പോൾ അയാൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നിന്ന് റെഡി ആയിരിക്കുമ്പോൾ ഇയാൾ നമ്മുടെ തൊട്ടടുത്ത് നിന്നിട്ട്, നമ്മുടെ ചെവിയുടെ അടുത്ത് നിന്നിട്ട് ഉറക്കെ റെഡി സാർ നമ്മൾ വിളിച്ചു പറയും. ഇത് എൻ്റെ ചെവിയിലടിക്കും. ഞാൻ അവർ റെഡി ആകുമ്പോൾ നമ്മളോട് പറഞ്ഞോളൂ, നമ്മളോട് ചേട്ടാ സോറി ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടേ റെഡി അത് പോയിട്ടില്ല എപ്പോഴും. നമുക്കിത് ശീലമായിട്ടില്ലതാണ്. ഞാനല്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞു അല്ല, അത് ചില ആളുകൾക്ക് പറ്റും. ഞാനപ്പോൾ അയാളോട് പറയും, ഒരു കാര്യം ചെയ്തു, ഞാനുള്ളപ്പോഴെങ്കിലും അത് പറയണ്ട. ഒന്ന് എനിക്ക് എൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് വേറൊരാൾ റെഡി സാർ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനുണ്ട്. സോറി എന്നിട്ട് അയാളിങ്ങനെ വിഷമം പറയും. അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ടാവും. എനിക്ക് പരിചയമുള്ളൊരു നടന്നുണ്ട്, ആരാധന ഞാൻ പറയില്ല. പുള്ളി നമ്മളെ കറക്റ്റ് ചെയ്തിട്ട് പുള്ളി തെറ്റിക്കും. അത് ഒരാളല്ല, ഒരുപാട് പേരുണ്ടത്. നമ്മളെ കാരണം അതിനകത്ത് ലെങ്തി ഡയലോഗ് നമ്മുടെ ആയിരിക്കും, ഇമോഷനൊക്കെ നമ്മുടെ ആയിരിക്കും. അപ്പം അവിടെ വേണേ ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇത്രയും പ്രതിബന്ധ ഇടയ്ക്ക് പുള്ളിക്ക് അത് ഞാനെന്ത് ചെയ്യണം എന്നുള്ള ഡയലോഗ് ഉണ്ടാവുള്ളൂ. അയാളത് പറയില്ല. ഇത്രയും തന്നിട്ട് അങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അത് ഫോളോ ചെയ്തിട്ടുള്ളത് ജഗദീഷ് ശ്രീകുമാറിനാണ്. ഒരാളുടെ ഒരു കാര്യവും ജഗതിയെ ബാധിക്കുകയില്ല. പുള്ളിയുടെ അവിടെ എന്ത് ചെയ്യണം അതാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് മുഴുവൻ. ബാക്കിയൊന്നും പുള്ളിയുടെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കൺസേൺ അല്ല. നമ്മളെപ്പോഴും തന്നെ ഓരോ ആക്ടർ, കാരണം അയാളെ ശ്രദ്ധിക്കാൻ അയാൾക്കറിയാം. നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചെന്നാൽ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരെ കറക്റ്റ് ചെയ്യാൻ പോവില്ല. ഇനി മധുരമി ജീവിതത്തിൽ അല്ല, മധുരമി ജീവിതത്തിലേക്ക് ഇതൊക്കെയാണ് അറിവല്ലേ? അതെ, അല്ലേ? പിന്നെ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യം, അതൊരു അറിവിലേക്ക് വരുന്നുണ്ട് അല്ലേ? മധുരമി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഇതിലെ കഥാപാത്രവും ഈ ഒരു പാഠവും എങ്ങനെ ഉൾക്കൊള്ളും? ഇപ്പൊ ഈ പറഞ്ഞൊരു പാഠവും ഉൾക്കൊള്ളാം. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. മധുരമി ജീവിതത്തിലെ ക്യാരക്ടർ ഇവര് പറഞ്ഞ ഈ പാഠവും ഉൾക്കൊണ്ട് അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ ഡബ് ചെയ്തപ്പോൾ എൻ്റെ അഭിനയം എനിക്ക് ഭേദം വെച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറച്ച് സട്ടിലായിട്ട്, നേരത്തെ ഞാൻ സിദ്ദിഖൊക്കെ പറയണത് കേൾക്കുമായിരുന്നു, കുറച്ച് സട്ടിലായിട്ട് അഭിനയിക്കാൻ പറ്റി. പിന്നെ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റുള്ള പടത്തിൽ ഞാൻ കുറച്ച് നാളിന് ശേഷമാണ് അഭിനയിക്കണേ. അപ്പോൾ അതൊക്കെ എനിക്കൊരു പ്ലസ് ആണ്. എനിക്ക് എൻ്റെ കരിയറിന് മുന്നോട്ട് പോകാൻ അത് വളരെ നന്നായി ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ ഞാൻ പറയണ്ടേ? അത്രേ ഉള്ളൂ. ഇതിലെ ക്യാരക്ടറുടെ പേര് ദീപ എന്നാണ്. ഒരു ക്യാമിയോ ആണ്, പക്ഷെ എന്നാലും സിദ്ദിഖയുടെ കൂടെയാണ് കോമ്പിനേഷൻ. സോ അതിന്റെ ആ ഒരു വാല്യൂ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരിക്കലും കട്ട് ചെയ്ത് പോലും കളയാൻ പറ്റില്ല. അന്നാണ് ഞാൻ കട്ട് ചെയ്ത് കളയാനൊന്നും പറ്റുന്ന സീനല്ല. വളരെ ക്രൂഷ്യലായിട്ടുള്ള സീനാണ്. ആ ക്യാരക്ടറിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്.
ഗായത്രി വരുന്ന ആ സീനിൻ്റെ ഒരു കണ്ടൻറ്റ് ഈ കഥയിൽ വേറൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. അത് ഞാൻ ഗായത്രി ഡബ് ചെയ്തതിന് ശേഷം ഞാൻ സീൻ കണ്ടിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയത് വളരെ നന്നായിട്ട് ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നല്ല അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് ആ സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് പറയുന്ന അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളത് ഇവിടുന്ന് ഡയലോഗ് പറയുന്നവരുണ്ട്, ഇവിടുന്ന് ഡയലോഗ് പറയുന്നവരുണ്ട്, ഇവിടുന്ന് ഡയലോഗ് പറയുന്നവരുണ്ട്. ഉള്ളിൽ നിന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവും. അഭിനയം തന്നെയുണ്ട്. നമ്മൾ ഇവിടെ മാത്രം അഭിനയിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഹൃദയം കൊണ്ട് അഭിനയിക്കുന്നവരുണ്ട്, ബ്രെയിൻ കൊണ്ട് അഭിനയിക്കുന്നവരുണ്ട്, മുഖം കൊണ്ട് അഭിനയിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മളെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യുക ഹൃദയം കൊണ്ട് അഭിനയിക്കുന്നവരെയാണ്. സത്യം. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഗായത്രിയൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഗായത്രിയുടെ പ്രായത്തിൽ ഞാൻ അഭിനയിക്കുന്നത് വളരെ മോശമായിട്ടായിരുന്നു. നമുക്ക് അന്ന് ഇത്രയൊന്നും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഗായത്രിയുടെ പ്രായത്തിൽ ഞാൻ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഗായത്രി അഭിനയിക്കുന്ന 4ാമത്തെ സിനിമ 5ാമത്തെ സിനിമയാണെന്ന് വിചാരിക്കുക. എൻ്റെ 4ാമത്തെ സിനിമയിൽ 5ാമത്തെ സിനിമയിൽ എനിക്കിതിൻ്റെ ABCD പോലും അറിയില്ല. നമ്മളിപ്പോൾ 100-400 സിനിമ ആയപ്പോഴാണ് ഇങ്ങനെ ആയത്. അതുപോലെ ഇവരൊക്കെ ഒരുപാട് സിനിമകൾ വരുമ്പോൾ നല്ലപോലെ മോൾഡ് ചെയ്യപ്പെട്ട് വരുമ്പോൾ നല്ല നല്ല സംവിധായകരുടെ കീഴിൽ ജോലി ചെയ്ത് വരുമ്പോഴൊക്കെ ഒരുപാട് നന്നാവുന്ന ആളുകളാണ് പൂജയും ഗായത്രിയും ഒക്കെ എല്ലാവരും. ഈ ഒരു മോഡസ്റ്റി ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥാനത്ത് ഇപ്പോഴും ഇരിക്കുന്നത് അല്ലേ, ഈ സ്റ്റേറ്റസിൽ ഇപ്പോഴും ഇരിക്കുന്നത്. പൂജിത ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിലേക്ക്. അയ്യോ ഇല്ല കാരണം ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഡയലോഗ് ഭയങ്കര ഇൻറ്റൻസ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ കുറേ ഇമോഷൻസ് നമ്മൾ ഇതിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഇക്കന്നെ കാണാൻ വരും ഇവിടുന്ന് അഭിനയിക്കൂ എന്നോട് പല ടൈമും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുമെങ്കിൽ ചില സമയത്ത് സ്ക്രിപ്റ്റ് ആയിരിക്കും ഇതിൽ ഈ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇമോഷൻസ് കൊടുക്കാൻ പറ്റുക ഞാൻ ചിന്തിക്കുമ്പോൾ ഇക്ക എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനൊരു ക്യാരക്ടർ ഉണ്ടാക്കുക. ലൈക്ക് നമ്മൾ ഈ റിലേഷൻ ഓരോ റിലേഷനും നമ്മളൊരു ഡെപ്ത് ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിൽ ഇക്കാൻ്റെ ഫാദർ ഇൻ ലോ ആണ്. പക്ഷെ നമ്മുടെ ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ ആസ് ക്ലോസ് ആസ് ഫാദർ ആൻഡ് ഡോട്ടറാണ്. അപ്പോൾ അത് ഇക്ക ആ ഒരു സെൻറ്റൻസ് പറഞ്ഞതിൻ്റെ ശേഷം എനിക്ക് അഭിനയിക്കാൻ പറ്റിയൊരു എളുപ്പം ഭയങ്കര മീൻസ് കുറേ കൂടി എളുപ്പത്തിൽ അഭിനയിക്കാൻ പറ്റിയായിരുന്നു. സോ നൈസ്. പിന്നെ മാത്രം അതേപോലെ വിനയ ചേച്ചി എനിക്ക് 10 മിനിറ്റ് സെറ്റിൽ ഫ്രീ ആയിട്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. ചേച്ചി ആണെങ്കിൽ എപ്പോഴും പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്ന ഉറക്കം വരുന്നില്ലേ? ഇല്ല. ഞാൻ സോ പീസ്ഫുള്ളി കണ്ടത് നമ്മൾ വീണ്ടും കിടന്നുറങ്ങും. അറിയോ എപ്പോഴും ഫുൾ ടൈം ഒരു സ്മൈലിംഗ് ആൻഡ് പ്ലസൻറ്റ് ഫേസ്. അപ്പോൾ ഈ ഒരു മൂവിയിൽ എന്താ പറയുക, എനിക്ക് ചെറിയ ലെസൺസ് ആയിക്കോട്ടെ നമ്മൾ ഓരോ ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ പറയും ഇതിൽ കുറച്ച് വേണമെങ്കിൽ ഇമ്പ്രൂവ് ആക്കാമെന്നാണ് ഞാൻ പറയുമ്പോൾ നമുക്കിന്ന് ബെറ്റർ ആക്കാൻ വീണ്ടും ആഗ്രഹം ഉണ്ടാവും. ബെറ്റർ ആക്കാൻ പറ്റുമ്പോൾ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൂവി എനിക്ക് കുറേ മൂവി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ന്യൂ ആണ്. ഡെപ്തിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഉറക്കം വരുമ്പോൾ നമ്മൾ ഇവിടെ നടക്കുമ്പോൾ ഇത്രയും വലിയ സീനിയർ നടക്കുമ്പോൾ പിന്നെ ഉറക്കം വരുമോ? അങ്ങനെയല്ല പിന്നെ ഉറക്കം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ബ്രേക്ക് കിട്ടുമല്ലോ. ബ്രേക്ക് കിട്ടുമ്പോൾ പീസ്ഫുൾ ആണ് ചേച്ചി ഫുൾ ടൈം. നമ്മൾ ബുദ്ധനെ കണ്ട് കുറെ നേരം മെഡിറ്റേറ്റീവ് ആയിട്ട് കിടന്നുറങ്ങില്ലേ, അതുപോലെ വെരി മെഡിറ്റേറ്റീവ് ഭയങ്കര എപ്പോഴും പ്ലസന്റ് ഫേസ് എന്ന് പറയില്ലേ. ഞാൻ പോയി കിടന്നുറങ്ങും. ഷീൽ ബി വെരി ഹാപ്പിലി പ്ലസന്റ് ആയിട്ടിരിക്കും അല്ലേ. ഞാൻ പ്ലസന്റ് ആയിട്ടുള്ള രീതി ഇതാണ്, അവർക്ക് പ്ലസന്റ് എന്ന് പല രീതിയാണ്. വലിയൊരു വ്യത്യാസമില്ല, പല രീതികളാണ്. പ്ലസന്റ് ആയിട്ടിരിക്കുന്ന പല രീതികളാണ്, അത്രേ ഉള്ളൂ. അത് ശരിയാണ്. അത് ചിലപ്പോൾ ചേട്ടോ ചേച്ചി ഉറങ്ങിയാലും അതെ അതെ കറക്റ്റ്. അതെ ഈടെ ആരോ പറഞ്ഞു കേട്ടു ഈടെ സത്യരാജ് സാറ് ഒരു ഇന്റർവ്യൂ പറഞ്ഞു കേട്ടു. നമ്മള് രജനി സാറ് എല്ലാത്തിനും സ്റ്റൈലല്ലേ. ഒരു ദിവസം ഊട്ടിയിൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും കിടന്നുറങ്ങുക. അപ്പോൾ സത്യരാജ് ഇങ്ങനെ കിടന്നുറങ്ങുന്നു. അല്ലെങ്കിൽ സത്യരാജ് എഴുന്നേറ്റ് നോക്കുമ്പോൾ രജനി സാർ ഉറങ്ങുക. അതിലും ഒരു സ്റ്റൈലാണ്. അതുപോലെ ചേച്ചി അല്ല, പല പ്രാവശ്യം എന്റെ മോള് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് സ്വപ്നത്തിലാണോ എന്തോന്നറിയില്ല, നിങ്ങൾ ഉറക്കെ ചിരിക്കുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് സന്തോഷം. ഉറക്കത്തിലും ചിരിയല്ലേ. ചേച്ചി അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലേ ദേവിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭയങ്കര പ്രശ്നമുണ്ട്. ശരിയാട്ടോ, കൂട്ടി പറഞ്ഞ ഒബ്സർവേഷൻ കറക്റ്റാ. രാത്രി സീൻ കുറെ ഉണ്ടായിരുന്നു നമ്മളെ എവിടെ. അപ്പൊ നടക്കും ചിലപ്പോൾ പുസ്തകമോ ഏതാണ്ടൊക്കെ വീശുവോ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ദേവി ഇറങ്ങി നടക്കുന്നതാണ് തോന്നുന്നു നമുക്ക്. ഒരു ഒരു പ്രതിഷ്ഠ നേരെ ഇറങ്ങി വരുന്നത്. അത് വിനയുടെ അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ അത്ഭുതം തോന്നുന്നില്ല. പിന്നെ വിനയുടെ വീട്ടിലെ പ്രത്യേകത അറിയാമോ? അനുജത്തിമാരുടെ പേരെന്തൊക്കെയാണെന്നറിയാമോ? പറയൂ വിനയ. ട്വിൻസ് സിസ്റ്റേഴ്സ് ആണ് എനിക്കുള്ളത്. ഇളയത് വിജയ,
വിനയ, കൃപ, ക്ഷമ. ഇതൊക്കെയാണ് കൃപ, വീട്ടിലെ പേരിടുന്ന രീതി വരെ ഇങ്ങനെയാണ്, മനസ്സിലായ? ക്ഷമ, കൃപ, വിനയ. രണ്ടുപേരും കുഞ്ഞിലെ മരിച്ചു പോയി. ദേഷ്യ അതവിടെ ഉണ്ടാവില്ല. അവിടെ ജോർജേട്ടന് ഇങ്ങനത്തെ കുറച്ച് അല്ല പേരുകളൊക്കെ ക്ഷമ ക്ഷമ, കൃപ, ക്ഷമ പറ്റണില്ല അല്ലേ? അല്ലല്ല, ആ കുട്ടിയായിരിക്കും ചിലപ്പോൾ ഏറ്റവും ചൂടാകുന്നത്. ഇല്ല, അവിടെ അങ്ങനെ ഇല്ല. അത് ഞാൻ പറയാം, പേര് പോലും അങ്ങനത്തെയാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതികൾ അങ്ങനെയാണ്. വീട്ടിലെ മൊത്തം അറ്റ്മോസ്ഫിയർ അങ്ങനത്തെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആയതിൽ എനിക്ക് അങ്ങനെ ഒരു അത്ഭുതം തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ അത്ഭുതം. ശ്രദ്ധിക്കാൻ നേരിട്ട് കണ്ടേക്കണാണ് ഇവരൊക്കെ. എത്ര വർഷങ്ങൾ മുമ്പ് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ തന്നെ ഒരു കാര്യം പറയണേ, എന്നാൽ ഈ മറ്റേ ഒരു ചോദ്യം ചോദിച്ചില്ലേ കുട്ടിയോട്, അത് വെച്ചേക്കണേ, ഇനി എവിടെയും ചോദിക്കാം. കുട്ടി പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞില്ലേ, മനസ്സിലാവുന്ന ആരോടെങ്കിലും ഒന്ന് അത് വെച്ചേക്കണേ, അത് നീ കളയരുത്. അവരും അല്ലേ? അയ്യോ അത് എന്റെ തെറ്റാണോ? അല്ലല്ല, ആ എന്റെ തെറ്റാന്ന്. അത് അവിടെ എല്ലാം പോയി. അല്ല, അത് ലോകത്താർക്കും മനസ്സിലായിട്ടില്ല. അല്ലേ? മനസ്സിലായിട്ടില്ല. ശ്രദ്ധിക്കാൻ മനസ്സിലായില്ല. ശ്രദ്ധിക്കാൻ ഞാൻ കേട്ടില്ല ശരിക്കും. ഇപ്പൊ എല്ലാരും അങ്ങനെയാണെങ്കിൽ അല്ല, ആ ചോദ്യം എന്തായിരുന്നു അത് പറയാമോ? ഗായത്രി ഞാൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കാതെ മനസ്സിലായെന്ന് പറയണം. ശരി, ഇവിടുന്ന് പറയണം. പറയാം. ഇവിടുന്ന് പറയല്ലോ, ഇവിടുന്ന് പറയണം. ഞാൻ ചോദിച്ച ചോദ്യം മധുരമേ ജീവിതം, ഇവര് പറഞ്ഞ കഥകൾ കേട്ടല്ലോ. ഈ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ അഭിനയിച്ചപ്പോൾ ഈ കഥയുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു. സാമ്യമല്ല പറഞ്ഞത്, പാഠം. സാമ്യവും പാഠവും. ഉൾക്കൊണ്ട പാഠം എന്താണ്? ഉൾക്കൊണ്ട പാഠമല്ല, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കി തരാം. അതായത് ഇപ്പം മധുരമീ ജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇതിൽ അഭിനയിച്ചു. ഇവരിപ്പോൾ ഇവിടെയുള്ള കുറേ കഥകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഉൾക്കൊണ്ടൊരു പാഠത്തിൽ നിന്നും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ, ഈ സിനിമയിൽ അഭിനയിക്കാതിരുന്നെങ്കിൽ പിന്നെ ഈ പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വേറെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഈ സിനിമയായിട്ട് വന്നിട്ട് ഈ പാഠം കൊണ്ട് വേറെ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തെങ്കിലും ജോർജേട്ടൻ പറയാനുണ്ടോ? ചോദിച്ചു എന്താ ഹൈദരാലി, എനിക്കിതാ മനസ്സിലായത്. പറയാനുണ്ടോ? ഇപ്പൊ ഹൈദരാലി നമ്മളോട് ചോദ്യം ചോദിച്ചു, വേറൊരാളൊരു ചോദ്യം ചോദിക്കാൻ വന്നു. അപ്പൊ ഇയാൾ ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഹൈദരാലി ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇയാൾ ചോദിക്കുന്ന ചോദ്യത്തോട് എന്ത് ഉത്തരം പറയും? മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് ഈ സിനിമയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ മധുരമേജിക്ക് പ്രൊമോഷൻ കിട്ടിയ ഒറ്റ ചോദ്യം. ചോദ്യത്തില്ല. കാരണം ഇത്രയും മധുരജീവിതം, ഈ ജീവിതം സംസാര വിഷയമായ മറ്റൊരു ചോദ്യമില്ല. നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ സിനിമ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സിനിമയിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതാണ് ഈ സിനിമ. അതാണ് മധുരമേ ജീവിതത്തിലെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതമാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? ആ ജീവിതം കണക്ട് ചെയ്യുമ്പോഴാണ് ഒരാൾ വരുന്നത്. അപ്പൊ ഞങ്ങള് പറയാം, ഈ സിനിമ എന്ന് പറയുന്നത് നമ്മള് പിടിച്ചോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്ക് അയക്കും. അപ്പോൾ ഓരോ മാതാപിതാക്കൾക്കും അവരവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് പഠിക്കാൻ വിടുമ്പോൾ ഓരോരോ പ്രതീക്ഷകളുണ്ടാവും അല്ലേ? ഇപ്പം എൻ്റെ കുട്ടി ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തണം, വലിയ ഇപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ കളക്ടറോ അങ്ങനെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി പഠിച്ച് കുട്ടി അങ്ങനെ മിടുക്കനാവണമെന്നുള്ള പ്രതീക്ഷയിലും ആഗ്രഹത്തിലും അയക്കുന്ന മാതാപിതാക്കളുണ്ട്. മറ്റു കുട്ടികളെക്കാൾ മിടുക്കരാവണമെന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇതൊന്നും വേണ്ട. എൻ്റെ കുട്ടി അവൻ്റെ IQ അനുസരിച്ച്, അവൻ്റെ ആവറേജ് ബുദ്ധി അനുസരിച്ച് പഠിച്ച് അവൻ എത്തുന്നൊരു നിലയിൽ എത്തിയാൽ മതി. അവൻ്റെ തലയിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് മതി. അല്ലാതെ അവന് നമ്മൾ അങ്ങനെ ഒരു പ്രഷറൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന മാതാപിതാക്കളും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ സിനിമ ആ മാതാപിതാക്കളുടെ മനസ്ഥിതിയോടുകൂടിയാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സാധാരണ സിനിമയാണ്, ഒന്നും അവകാശപ്പെടാനില്ല, ഒരു കാര്യങ്ങളും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇതൊരു സാധാരണ സിനിമയായിട്ട് നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ബന്ധമുള്ള ഒരു സാധാരണ സിനിമയായിട്ടിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി ഈ സിനിമയെ. അല്ലാണ്ട് ഒരു അമിത പ്രതീക്ഷകൾ വെക്കേണ്ട, ഞങ്ങളിതിന് ഒരു അമിത ഭാരം നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. ഇത് ഈ സിനിമ അർഹിക്കുന്ന രീതിയിൽ ഒരു വിജയം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു സാധാരണ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഏറ്റവും സാധാരണയായ ഒരു സിനിമയാണ് ഈ മധുരമേജി അല്ലേ? അത് കാരണം ഒരു കുഞ്ഞു സിനിമയാണ്, ചെറിയൊരു സിനിമ. പക്ഷേ ഈ ചെറിയ സിനിമ ഇപ്പം സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഒരു ഫാമിലി സിനിമ വീണ്ടും ചെറിയൊരു ഫാമിലി സിനിമ വരുമെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കാവുന്ന ഒരു സിനിമയായിട്ട് തന്നെ മാറും. അതാണ് കാലഘട്ടം, അതാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് തോന്നുന്നത് സിനിമ എന്റെ ഫസ്റ്റ് ഫിലിമാണ്, ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ. എല്ലാം ആദ്യമാണ്, എല്ലാം ആദ്യമായിട്ടാണ്, ഇന്റർവ്യൂ ആദ്യമായിട്ടാണ്, എല്ലാം ആദ്യമായിട്ടാണ്.
എനിക്ക് ഇതിന് തൊട്ട് മുമ്പായിട്ട് സിദ്ദീഖ് സാറും വിനയ മാമിൻ്റെയും ഒരു ചെറിയൊരു ആക്ടിങ് ഒരു ഇത് കണ്ട് അതായിരുന്നു എൻ്റെ ക്രാഷ് കോഴ്സ്. നിങ്ങൾ ഈ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ക്യാരക്ടറിലോട്ട് ആവുന്ന ആ ഒരു ട്രാൻസിഷൻ അത് കണ്ടിട്ടാണ് എനിക്കും ഒരു ഇൻസ്പയർ ആയിട്ട് ഞാനും ആ രീതിയിൽ തന്നെ എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന അത്രയും ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ആഗ്രഹമായിരുന്നു സിനിമ അഭിനയം? ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് എത്തിച്ചേരാൻ എനിക്കിപ്പോൾ ഒരു നല്ലൊരു ചാൻസ് കിട്ടി. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സൊക്കെ ആയിട്ട് എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതും എൻ്റെ ഫസ്റ്റ് ഫിലിമായിട്ട്. സോ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ വിനയ മാമിൻ്റെ മോനാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കത്തില്ല. ഒരു ചെറിയൊരു ആൻറ്റാഗണിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ദുബായിലാണ് വർക്ക് ചെയ്യുക. പിന്നെ അത്യാവശ്യം ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സിനിമ ലൈക്ക് വാട്ട് ടു സേ ഇറ്റ്സ് എ ഫാമിലി ഫിലിം. മകനായിട്ടുള്ള അഭിനയമായിരുന്നു ഇതിനകത്ത്. ഒരു അമ്മ മകൻ, നമ്മുടെ ജീവിതത്തിലെ അമ്മയും മകനും. ഇതിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രമായ അമ്മയും മകനും എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിതവുമായി ബന്ധപ്പെട്ടു ജീവിതമായിട്ട് എൻ്റെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അല്ല. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ ചെറിയൊരു എന്താ പറയുന്ന അമ്മ പറയുന്നൊന്നും കേൾക്കാതെ ഇച്ചിരി അഹങ്കാരത്തിൽ നടക്കുന്ന ഒരു മോൻ തന്നെ. വീട്ടിലങ്ങനെയല്ല. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. എനിക്ക് ഇങ്ങനെ വേണം, ഈ സാഹചര്യം വേണം, എൻ്റെ മക്കൾ ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ ആവണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ നമ്മുടെ ഇല്ലാതായപ്പോൾ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, പക്ഷേ അതിനുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാവും. ആ നിരാശ കൊണ്ടൊരു ഒറ്റപ്പെടൽ വന്നു പോകും ആർക്കും. ചെറിയ പ്രായത്തിൽ ഈ മോന് പറഞ്ഞില്ലേ വയസ്സായ ആൾക്കാർക്ക് ഇത് കൂടുതൽ ഇഷ്ടമാവുന്നു, അതല്ല. ചെറിയ ആൾക്കാർക്കും ഇതൊരു മെസ്സേജാണ്, ഇതൊരു പാഠമാണ്, ഇതൊരു കുടുംബം സ്റ്റോറിയാണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് തരുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ, ആ ഒറ്റപ്പെടലിൻ്റെ കഥയാണ് ഇത്. അതെ അതെ. അത് സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഒരു മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ഈ പറഞ്ഞ പോലെ സിദ്ദീഖായിട്ട് കുറേ അഭിനയം മുഹൂർത്തങ്ങൾ പങ്കുവരുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് സിദ്ദീഖായിട്ട് ഒന്നിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുറേ നാളുകളായിരുന്നു. ആ ലൊക്കേഷനിൽ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുക. അതിന് മുമ്പ് ചിലപ്പോൾ അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് കണ്ടുമുട്ടുമ്പോൾ ഒരു സന്തോഷ മുഹൂർത്തങ്ങളുണ്ടാവും. അങ്ങനെ ലൊക്കേഷനിൽ വെച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന ഒരു അനുഭവം നിങ്ങൾ തമ്മിലുള്ള അനുഭവം? ഇപ്പോൾ അതിന് മുമ്പുള്ളൊരു അനുഭവം പറയാം. കഥ എന്നോടാണ് പറഞ്ഞത്, എന്നിട്ട് കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് കെയറായില്ല. അപ്പോൾ ആദ്യം വന്ന പേര് സിദ്ദിഖ് ജിയുടേതായിരുന്നു. സിദ്ദിഖ് ജി ആണ് കൂടെ. നിങ്ങൾ രണ്ടുപേരുടെ സിനിമ ആണ് ഇത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. സിദ്ദിഖ് ജിയോടൊപ്പം പിന്നെയും ഞാൻ അഭിനയിക്കാൻ പോകുന്നുണ്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ സാർ ബിസി ആയിരുന്നു, അതുകൊണ്ട് സാറിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു. അന്ന് തൊട്ടേ ആ ഒരു എക്സ്പെക്റ്റേഷൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സിദ്ദിഖ് ജിയുടെ ഒപ്പമാണ് ഇത് അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. അത് എന്തുകൊണ്ടാണ് ഉള്ളത്? ഈ ഒരു നല്ല ഒരു പൊരുത്തമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. ഇറ്റ് ഈസ് എ വെരി വെരി കംഫർട്ടബിൾ ഫീൽ ടു ആക്ട് വിത്ത് സിദ്ദിഖ് ജി. അത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് സ്ത്രീയിൽ ചെയ്യുമ്പോഴും ആദ്യത്തെ പടം ലാളനത്തിൽ തന്നെ എനിക്ക് ഈ ഒരു അനുഭവമാണ്. വളരെ സട്ടിലാണ്, കൂടുതലായിട്ട് ലൗഡായിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണ്, ഞാനും അങ്ങനെയാണ്. ആ ഒരു ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു രീതി തന്നെ ഒരേപോലെയാണ്. ആ ഒരു കംഫർട്ട് സോണുണ്ട്. ഈ പറഞ്ഞ പോലെ എത്ര നാളായാലും വെയിറ്റ് ചെയ്യാൻ തയ്യാറ്. സിദ്ദിഖയുടെ ഡേറ്റിന് വേണ്ടിയാണ് കാത്തിരുന്നെന്ന് പറയുമ്പോൾ വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. അല്ല, ഇത് ഞാൻ മാത്രമല്ല, പ്രൊഡക്ഷൻ ഹൗസ് വെയിറ്റ് ചെയ്തു. സിദ്ദിഖ് സാർ തന്നെ വേണമെന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് വെയിറ്റ് ചെയ്തു. എങ്കിലും നമ്മളും കാത്തിരിക്കും. നമ്മൾ കുറെ നാളായി പെട്ടെന്ന് ആഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ ആ സിദ്ദിഖയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ചെയ്തു വെച്ചിരുന്ന കഥാപാത്രം അത്രമാത്രം മനോഹരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. സിദ്ദിഖൊക്കെ എന്താണ് തോന്നുന്നത്? നമ്മുടെ പേരായിട്ട് ചേച്ചി തന്നെ വീണ്ടും വരികയാണ്. ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ. അതിപ്പോൾ വിനയ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു റെസ്പെക്റ്റ് ഉള്ള ആളുകളാണ്. ഞാൻ ഇതിന് മുമ്പൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, എത്രയോ ദിവസങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങളുടെ ഒരു വലിയൊരു സ്ട്രെച്ചിൽ ഞങ്ങൾ കുറേ ദിവസങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്.
പക്ഷെ ഒരിക്കൽ പോലും ഒരു മുഖം കറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. ഒരു പലരോടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മെയിൽ ആക്ടേഴ്സ് ആണെങ്കിൽ ഫീമെയിൽ ആക്ടേഴ്സുമായിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയും. അപ്പോൾ അവർക്ക് നമ്മളോട് കുറവ് തോന്നാം. ഇത് അങ്ങനെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഈ വിനയ് പറഞ്ഞ പോലെ വിനയ് ഇങ്ങനെ ചിരിച്ചല്ലേ ഇരിക്കുള്ളൂ. എപ്പോഴും പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കുറേ കാലം എത്തിയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് വിനയുടെ അടുത്ത് വിനയ ഹൗ ആർ യു, ഓ ഐ എം ദ ഓൾഡ് സെയിം വിനയ എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയാണ് എന്നും അങ്ങനെ ആ ഒരു ബന്ധം എന്നുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു കോ ആക്ടർ വരുമ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെയുണ്ട്. അത് ഓപ്പോസിറ്റായിട്ട് വരുന്ന പെയറായിട്ട് വരുന്ന ആളുകളെ കുറിച്ച് മാത്രമല്ല, മറ്റു പലരും നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ചോദിക്കും മറ്റേ റോള് ചെയ്യുന്ന ആരാണ്. ഓക്കെ അയാളാണെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ ചില ആൾ കെമിസ്ട്രി എന്നൊക്കെ പറയും. അത് എന്താ പറയുക, ഒരു ഒന്ന് സിങ്ക് ആവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പം നമ്മളൊരു കാര്യം പറയാതെ തന്നെ ചിലപ്പോൾ അവർക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരു ടേക്ക് എടുത്തു, നമ്മൾ 2 കൂട്ടരും അഭിനയിച്ചു, അപ്പോൾ അതിൽ ഞാൻ ചെയ്തത് അത്ര നന്നായില്ല എങ്കിൽ എനിക്ക് വിനയുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അത് അത്ര ഇമ്പ്രസീവായിട്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയുക നമുക്കൊന്നും എടുത്തേക്കാം, അത് ഒന്നുകൂടെ എടുക്കാം. അല്ലെങ്കിൽ നന്നായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എല്ലാ ഷോട്ടും കഴിയുമ്പോൾ പോയിട്ട് അവരെ കൊടുത്തൊന്നും പറയുകയൊന്നും വേണ്ട, നമുക്കല്ലാതെ തന്നെ മനസ്സിലാവും. അത് വളരെ കുറച്ച് പേരുമായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ അടുപ്പമുള്ള ഒരാളാണ്. ഈ ഒത്തിരി നാൾ അസോസിയേറ്റ് ആയിട്ട് ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു. സിദ്ദീഖ ചെയ്ത സിനിമയിൽ ഒത്തിരി നാൾ അസോസിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ജോണി ചേട്ടൻ അഭിനയത്തിലേക്ക് വന്നു. അന്ന് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞില്ല, പല ആളുകൾക്ക് നമ്മൾ മുഷിഞ്ഞ് പറയേണ്ടതുണ്ട്. എന്തെങ്കിലും ജോണി ചേട്ടൻ്റെ അടുത്ത് മുഷിഞ്ഞ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ജോണിക്ക് ഓർമ്മയുണ്ട്? ഇല്ല, ജോണി എനിക്ക് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ തമാശ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചില തമാശ ഡയലോഗുകളായിട്ട് ജോണി വരും. ചേട്ടാ അത് ഇങ്ങനെ പറഞ്ഞാൽ നന്നാവില്ലേ? അപ്പോൾ നോക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതിപ്പോൾ ഏറ്റവും എളുപ്പം ഓർമ്മ പറഞ്ഞാൽ, ഞാൻ ജോണിയോട് പറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്, മലപ്പുറം ഹാജി മഹാനായ ജോജി ചെയ്യുമ്പോൾ ഈ ജഗദീഷ് ശ്രീകുമാറിന് വെടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സീക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഡയലോഗുണ്ട് അങ്ങനെ. അപ്പോൾ അവിടെ കിടക്കുന്ന നേഴ്സിനെ കയറി പിടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഇയാളിൽ ആരോപിക്കുന്ന കുറ്റം. അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളിങ്ങനെ പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ മറ്റേ ഇയാൾ വെടി കൊണ്ടിട്ട് ഇവിടെ വന്ന് കിടന്നിട്ടാണ് ഇയാൾ ഈ വൃത്തികേട് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഡയലോഗ് എഴുതുന്നത്. ശബ്ദം പോയി. അപ്പോൾ ആ വെടിയും കൊണ്ടിട്ട് വന്ന് കിടന്നിട്ടാണ് ഈ വൃത്തികേട് കാണിക്കുന്നത് എന്നാണ് എൻ്റെ ഡയലോഗ്. അപ്പോൾ ജോണി എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്ന് തോന്നുന്നു, ചേട്ടാ വെടി കൊണ്ടിട്ടെന്ന് പറയണ്ട, ഇയാൾക്ക് അങ്ങനെ വെടി കൊണ്ടു, ആ ഉണ്ടയും തൊണ്ടയിൽ വെച്ചിട്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിക്കണമെന്ന് പറ എന്ന് പറയും. അത് ജോണി പറഞ്ഞു തന്ന ഡയലോഗാണ്. ജോണി പെട്ടെന്ന് വന്ന് അങ്ങനെ പറയും. അപ്പം അങ്ങനെ തമ്മിൽ ഞങ്ങൾ വെക്കുമ്പോൾ അതിനൊരു അപ്പം കിട്ടുന്നൊരു തമാശ. ഈ മലപ്പുറം കാര്യം എന്നൊക്കെ തോന്നുന്നത് ഇപ്പം സിദ്ദിഖേട്ടൻ, മുകേഷ് ചേട്ടൻ, അമ്പിളിച്ചേട്ടൻ, ഇതിലാരാണ് എന്നാലും ഒരു ഫ്രെയിമിൽ നിന്നിട്ട് അങ്ങോട്ട് വിളയാടുക. ഏതാ ഈ സംസാരം ഡയലോഗില്ല, ഇവരുടെ 3 പേരുടെ കൂടെ ആ സീൻ ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു സിനിമ കാണുന്ന പോലെയാണ്. ഇപ്പം ഒരു സീൻ എടുക്കുമ്പോൾ ഒരു ഫുൾ കോമഡി പടം കാണുന്ന ഫീലാണ്. ഇത് കഴിഞ്ഞാൽ ഷോട്ട് ഇല്ലാത്തപ്പോഴോ ഇവർ മാറിയെന്നുണ്ടാക്കുന്ന തമാശയുണ്ട്. അത് വയ്യ കേൾക്കുക. ആർട്ടിസ്റ്റിനെ വിളിക്കാനൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം പോയി തമാശ കേട്ടോണ്ടിരിക്കും. വിളിക്കാൻ വന്ന അതിൽ ആദ്യം മുകേഷ് നമ്മളുടെ സ്കൂളിലേക്ക് വരുന്നൊരു സീനുണ്ട്. അപ്പോൾ മുകേഷ് അല്ല, ഞാൻ വരുന്നത്. മുകേഷ് ഓൾറെഡി ഉണ്ട്, ജഗദീഷ് ശ്രീകുമാറും ഉണ്ട്. അപ്പം മുകേഷും അമ്പിളിച്ചേട്ടനും തമ്മിൽ ചെറിയ ഉടക്കിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ മുകേഷിൻ്റെ കൂട്ടുകാരനായിട്ട് ഈ സ്കൂളിലേക്ക് വന്നിങ്ങനെ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇരുന്നെല്ലാം ഞാനിങ്ങനെ എഴുന്നേക്കും. ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ കുറച്ച് മാറിയാണ് നിൽക്കണത്. ടേക്ക് എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്പിളിച്ചേട്ടനോട് പറഞ്ഞു, അമ്പിളിച്ചേട്ടാ എൻ്റെ കസേരയുടെ പുറകിലേക്ക് നിൽക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്പിളിച്ചേട്ടൻ നേരെ എൻ്റെ പുറകിൽ വന്ന് നിന്നു. ആക്ഷൻ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഈ എഴുന്നേക്കുന്നതോടുകൂടി കസേര തള്ളി അങ്ങോട്ട് വിട്ടു, അമ്പിളിച്ചേട്ടൻ്റെ ശരീരത്തിലേക്ക് തള്ളി അങ്ങോട്ട് വിട്ടു. അത് അമ്പിളിച്ചേട്ടൻ്റെ ശരീരത്തിൽ ചെന്ന് ഇടിച്ചിട്ട് പിന്നെ പുള്ളിയുടെ റിയാക്ഷനൊക്കെ ഉണ്ട് അവിടെ. ഇത് നമുക്ക് ഒറ്റ സെക്കൻഡോട് തോന്നുന്നതാണ്. അല്ലാണ്ട് ഞാൻ കസേര തള്ളും അപ്പോൾ അതൊന്ന് കൊള്ളുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടൻ ഒന്നെൻ്റെ പുറകിലേക്ക് നിൽക്കാവോ എന്ന് പറഞ്ഞ് നിന്ന് കസേര തള്ളി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു നോട്ടം കൊണ്ടോ ഒരു ഇതുകൊണ്ടൊക്കെ ലാസ്റ്റ് ടേക്കിന് മുമ്പിലൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞു തരുന്നത്. അല്ല ജോണിയായിട്ട് അങ്ങനെ ഒരു വഴക്കുണ്ടായിട്ട് ഓർമ്മയില്ല. എനിക്ക് പിന്നെ ഡിസിപ്ലിൻ ആക്ടറാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു സമയം പാലിക്കും, വന്നാൽ കൃത്യമായ ഡയലോഗ് മുഴുവൻ പഠിക്കും,
ഞാൻ എനിക്ക് തോന്നുന്നില്ല ഡയലോഗ് തെറ്റിച്ച് ശ്രദ്ധിക്കാൻ റീടേക്ക് വന്നിട്ടുണ്ടെന്ന് അവളുടെ എല്ലാവരുടെയും ഡയലോഗ് അറിയാം അയ്യോ ഡയലോഗ് തെറ്റിച്ചിട്ട് ഒരിക്കലും ഡയലോഗ് തെറ്റിച്ചിട്ട് റീടേക്ക് ഒരിക്കലും ശ്രദ്ധിക്കേണ്ട വന്നിട്ടില്ല. ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും തൊട്ടിക്കുറവോ എക്സ്പ്രഷനിൽ എന്തെങ്കിലും ഇതല്ല. ഡയലോഗ് തെറ്റിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ എനിക്കില്ല. ഇത് നമ്മൾ പുകഴ്ത്തി പറഞ്ഞില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ പ്രൊമോഷൻ്റെ ഒരു ഗുണം നമുക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യം ഒരു സിനിമയുടെ പ്രൊമോഷനേക്കാൾ ഉപരി അതുകൊണ്ട് അതാണ് ഏറ്റവും വലുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാനും ആ ഒരു നന്ദി കാണിക്കാനും ഒക്കെ കിട്ടുന്ന അവസരം. അതാണ് ഈ പലപ്പോഴും ഇത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാണ്ട് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റില്ല. ചേട്ടനെ കാണാതിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് ഇങ്ങനെ അതാണ് ഈ പ്രൊമോഷൻ വേണം. ശരിയാ പറഞ്ഞല്ലോ, ഒരു മധുരമേ ജീവിതമായിരുന്നു ആ കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ പ്രണയം തുടങ്ങി ഈ കാലഘട്ടം വരെ പ്രണയം സൂക്ഷിക്കുന്ന ഒരു മധുരമേ ജീവിതത്തിലാണ് ഞങ്ങളും വന്നിരിക്കുന്നത്. ഈ ഡയലോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓരോ രസകരമായ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയുന്നതാണ്. ഈ നമ്മളെ ഇവർ പണം തന്നിട്ടാണ് ഇതിനകത്ത് അഭിനയിപ്പിക്കുന്നത്. മറ്റേതൊരു ജോലിയിൽ കിട്ടുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ് നമുക്ക് അഭിനയിക്കുന്നതിന് കിട്ടുന്നത്. നമുക്ക് ഇവർ തരുന്ന കംഫർട്ട്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണ് തരുന്നത്, ഏറ്റവും നല്ല കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയറാണ് ഇവർ ഒരുക്കി തരുന്നത്. ഒരാൾ നമ്മളോട് വന്നിട്ട് എത്ര നേരം വിളിക്കുന്നത് റെഡിയാ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ചേട്ടാ റെഡിയാണേ നമ്മളെ ഇതിങ്ങനെ പാമ്പർ ചെയ്താണ് കൊണ്ടു നടക്കും. നമ്മൾ ചെയ്യേണ്ട ആ ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഡയലോഗ് പഠിച്ച് പറഞ്ഞാൽ മതി. അതേ ഉള്ളൂ നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു പണി. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തു തരുമ്പോൾ ഇത് പലരും ചെയ്യില്ല. അപ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് അവരുടെ പേരറിയില്ല. അത്ര ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് അവർ താമസിക്കുന്ന ഹോട്ടൽ ശരിയല്ല, അതിന് കുഴപ്പമുണ്ട്, ഇനി ഇവർ കൊടുത്തയച്ച ഫുഡ് ഇതെല്ലാം ഇങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. എനിക്കങ്ങനെ തോന്നി അവർ ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളായിരിക്കും. എനിക്ക് അവർ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചില്ല, ഞാനിപ്പുറത്തിരിക്കുക. ഇത് കഴിഞ്ഞ് ഇവരുടെ ഷോട്ട് ഫോൺ വന്നിട്ട് ലാൻഡ് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയണം. ഇവരത് പറഞ്ഞെന്തോ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ കയറി ചെല്ലേണ്ടത്. അപ്പോൾ ഇവർ ഫോണിൽ ഇവരോട് പറയും 1 മിനിറ്റ് ഇപ്പോൾ വിളിക്കാം, നിങ്ങളാരാ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാം. ആണ് ഷോട്ട് വന്നു റെഡി. ഒരു ഫോൺ എടുത്തു, മിണ്ടുന്നില്ല. അപ്പോൾ കട്ട് നിങ്ങൾ ഫോൺ എടുത്ത് ഹലോ പറയണം. അത് പറയണ്ടേ? ഹലോ വേറൊരാൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ജോലി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതായ എല്ലാ ജോലികളും നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം. അത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സംഭാഷണങ്ങൾ കാണാപ്പാടാക്കുന്നതോ നമ്മൾ ഒരു ടൈമിങ്ങിൽ വന്ന് നിൽക്കുന്നതോ ഒന്നും നമുക്കൊരു ജോലിയായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് വരും. കാരണം ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണ്, ഞാൻ തന്നെ ചെയ്യണം. കാരണം മറ്റുള്ളവർക്കെല്ലാം ചെയ്യാൻ വേറെ ഒരുപാട് ജോലികളുണ്ട്, അതിലെല്ലാം അവർ എൻഗേജ്ഡാണ്. അവരാരും അതിനുവേണ്ടി നിൽക്കുന്നില്ല. ഇതെല്ലാം ഞാൻ ചെയ്യേണ്ട പണിയാണെന്നുള്ളത് ഒരു തോന്നൽ വന്നാൽ മതി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചില ലൊക്കേഷൻ പോയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ പിടിച്ചാൽ കൂമ്പിലിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇടിച്ച് ചളുക്കി കളഞ്ഞു. അത് ആദ്യത്തെ ഒക്കെ റെഡിയാ, എന്നിട്ടും പറയാ ഒരു ടേക്കിംഗ് ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട്. അത് വേറെ സത്യം. ചോദിച്ചോട്ടെ ഇങ്ങനെ ഇടിക്കാനാ. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിദ്ദീഖ് അവിടെ വരുമ്പോ ആദ്യം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ശ്രദ്ധിക്കേണ്ട പറ്റിയല്ലോ നിങ്ങൾക്ക് പറ്റാത്തത് ഭയങ്കര അല്ല. ഞാൻ പറഞ്ഞു വന്ന് ഞാൻ ശ്രദ്ധിക്കുന്ന അങ്ങനെയാണ്. ലൊക്കേഷൻ പോയി ആദ്യം സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയിരിക്കുന്ന ശ്രദ്ധിക്കാനെ ഞാൻ ലൊക്കേഷനിൽ കണ്ടിട്ടുണ്ട്. അതിന് ശേഷമുള്ള വാക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബാക്കിയുള്ളൊരു ഡയലോഗ് അങ്ങനെ മൊത്തം വായിച്ചാണ്. ആ സീൻ മൊത്തം വായിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ആളുകളും വായിച്ചെടുക്കുന്ന ശ്രദ്ധിക്കാനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റാണ് ഈ പറഞ്ഞു തന്നത്. ജോണി ചേട്ടൻ ഈ ഡയലോഗിന്റെ കാര്യത്തിലൊന്നും തെറ്റിക്കാറില്ല. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ അല്ല, ഡയലോഗ് ഞാൻ തെറ്റില്ല. ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളോട് ഇപ്പൊ ആദ്യമായിട്ട് ആളോട് അഭിനയിക്കുമ്പോൾ വിചാരിച്ചു, ഒരു ഹീറോയോട് ആദ്യമായിട്ട് അഭിനയിക്കുക നമുക്കൊരു ടെൻഷൻ. കാരണം ഈ ആള് നമ്മളെ കുറിച്ച് ധരിച്ചു വെച്ചേക്കുന്ന മുമ്പ് കൊട്ടാരത്തിന് ഉയർന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ കണക്ക് കർത്താവ് അവർക്ക് അതിന് മുമ്പ് പറയും മറ്റേപ്പുറത്ത് നന്നായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കിട്ടിയിട്ടാണ് നിൽക്കുന്നതേ. അപ്പം നമ്മൾ തെറ്റിക്കും, അറിയാതെ വെച്ച് പോവും. അത് നമുക്ക് തെറ്റുമോ എന്നുള്ളൊരു ഫീല് നമ്മുടെ കിടക്കും. പിന്നെ എനിക്കൊരു ഡയലോഗ്സ് എനിക്ക് തോന്നിയ കാര്യം, ഉണ്ണിയേട്ടനില്ല, ഉണ്ണിയേട്ടൻ ഒരിക്കലും സീനിൽ എഴുതി വെച്ചത് ഡയലോഗ് പറയുന്നത്. പുള്ളി പറഞ്ഞു വരുമ്പോൾ അർത്ഥം കറക്റ്റായിരിക്കും. അതിനെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പുള്ളിക്ക് എല്ലാ ചതുരത്തിൽ ആ രീതിയിൽ പുള്ളിക്ക് പറയാൻ പറ്റാറില്ല. പക്ഷേ ഉണ്ണിയേട്ടൻ പറയുന്നത് അതെ. അല്ലാതെ ഉണ്ണിയേട്ടനെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ പോയാൽ നമുക്ക് കുഴപ്പം വരും. അത് എഴുതി വെച്ചേക്കുന്നത് തന്നെ വേണം ചേട്ടാ എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ണിയേട്ടനെ കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ ചില നടന്മാരുടെ നമ്മൾ അഭിനയിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തോന്നിയിട്ടുണ്ട്. അവർ അനീഫ്ക്ക് എല്ലാ ഡയലോഗും പ്രോം ചെയ്ത് കൊടുക്കണം.
പക്ഷെ നമ്മളെ പ്രോംപ്റ്റ് ചെയ്താലും പ്രോംപ്റ്റിങ് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീൽ കൊടുക്കാതെ തന്നെ അനിപ്പൊക്കെ ഇറങ്ങി ചപ്പ ആക്കി വെച്ചിട്ട് അനിപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അതുപോലെ മുകേഷ് ഏട്ടൻ അവിടേക്ക് മുകേഷ് ഈ പ്രോംപ്റ്റിങ് കേട്ടിട്ടുള്ളതുകൊണ്ട് നാടകം ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ പുള്ളി ആ ടൈം വന്നു വെച്ചാൽ അത് പിന്നെ എന്ന് ഭയങ്കരമായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യും. അത് ഒരിക്കലും പുള്ളി എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം സിദ്ദിഖേട്ടന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ. സോറി മുകേഷ് ഏട്ടൻ സിദ്ദിഖേട്ടൻ പിന്നെ പഠിച്ചോളും. അവൻ കുട്ടേട്ടൻ ഈ നാടകത്തിൽ നിന്ന് വന്നവർക്കെല്ലാം പ്രോംപ്റ്റിങ് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യും. അനുക്കടെ നമ്മളുണ്ട്, അനുക്ക ചുമ വരെ പ്രോംപ്റ്റ് ചെയ്ത് തരണോ പക്ഷെ പുള്ളി അത് ഭയങ്കരമായിട്ട് ബോഡി ലാംഗ്വേജിൽ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അതിനെ ആ ഒരു രീതിയിലാക്കിയെടുക്കുക. അത് ആർട്ടിസ്റ്റുകളുടെ ഓരോ രീതിയാണ്. ചില സ്ഥലത്ത് നമുക്ക് പ്രോംപ്റ്റിങ് ആഗ്രഹം തോന്നും. അത് പിന്നെ വേറെ ഉണ്ട്, പണ്ടൊക്കെയാണ് ഈ പ്രോംപ്റ്റ് ചെയ്ത് തരുന്നവർ ഭയങ്കരമായിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാം, അങ്ങനത്തെ രീതിയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒരുവിധപ്പെട്ടവരെല്ലാം പഠിക്കുക, പിന്നെ സിംഗ് സൗണ്ട് ആയല്ലോ കൂടുതലും. അതെ അതെ അതെ. പണ്ട് പ്രോംപ്റ്റ് ചെയ്യുന്നതിന് നല്ല അഭിമാനം, നല്ലയാളെ വിളിക്കും, നല്ലതായിട്ട് പ്രോംപ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളവരെ വിളിക്കും. ഞാൻ അസുഖത്തിൻ്റെ സമയത്ത് എന്നോട് ഞാൻ നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്യുമെന്ന് പറയായിരുന്നു. അപ്പോൾ അനിഫയ്ക്കൊക്കെ നമ്മുടെ ജോലി അനിഫയോട് ജോലി പറഞ്ഞോളാം കേട്ടോ, നമ്മളെ കേൾപ്പിക്കുകയെ. അപ്പം തെറ്റിച്ചപ്പോൾ ജോലി പറയണ്ടേ, നമ്മുടെ നല്ലതാവും അങ്ങനെയൊക്കെ അറിയോ. ആ ഒരു കാലഘട്ടം ഭയങ്കര രസമായിരുന്നു. അതുപോലെ ഞാൻ ഒരിക്കൽ പറയണം, ഭരതേട്ടൻ്റെ ഒരു ഗുണം, ഭരതേട്ടൻ ആദ്യത്തെ ഡയലോഗ് കിട്ടണം, ഇല്ലെങ്കിൽ ഇടയ്ക്ക് കിട്ടിയ പുള്ളിക്ക്. അതായത് ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ രാമമംഗലത്ത് നിന്ന് വരുന്ന വഴി വീട്ടിലൊന്ന് കയറി, അതെന്തിനാ കയറിയെന്നുള്ളത് ഭരതേട്ടൻ കുഴപ്പമാണ്. ആദ്യം രാമമംഗലമാണെങ്കിൽ പുള്ളിക്ക് ആദ്യം തുടങ്ങിയാൽ മതി, സാർക്ക് അവർ ആക്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഇത് പ്രയോഗത്തിന് ശേഷമുള്ള കേട്ടോ. അപ്പം പുള്ളി എപ്പോഴും പറയും ആ ഡയലോഗ് ഒന്ന് ആദ്യം ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷേ ചിലപ്പോൾ പറ്റില്ല. അങ്ങനെ ഡബ്ബിങ് തിയേറ്ററിൽ വരും. ഡബ്ബിങ് തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ അകത്ത് ഡയലോഗ് തുടങ്ങുന്നതിന് തൊട്ട് കൊടുക്കണം, അപ്പോഴേ പുള്ളി ഡബ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടുത്തെ കൺസോൾ ജോണി തൊടുമല്ലോ, അപ്പം തൊട്ടുള്ള സാർ അപ്പം പറയുന്നത് എൻ്റെ പേര് ദിവാകരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടും, ലേറ്റാകും. ഉടനെ എന്ത് പറ്റി, ജോണി തൊട്ടത് ലേറ്റായിരുന്നു എന്നിട്ട് നോക്കിട്ടെ. എന്നാലും നമുക്ക് ലെജൻസ് അല്ലേ ഇവർക്ക്. അങ്ങനെ എത്ര പേരുടെ കൂടെ അല്ലേ. എനിക്ക് തോന്നാറ് ഞാൻ ആ കാലഘട്ടത്തിൽ ഇപ്പം സിദ്ദിഖേട്ടൊക്കെ എന്തായാലും സീനിയറാണ്. പക്ഷെ ശങ്കരാടിച്ചേട്ടൻ, ഉണ്ണിയേട്ടൻ, ഈ ഭരതേട്ടൻ, ഇങ്ങനെ കുറേ ആളുകളുടെ കൂടെ എന്തൊരു ഭാഗ്യമാണ് ആ കാലഘട്ടത്തിൽ വന്നതിൻ്റെ ഒരു. അത് വളരെ ചെറുപ്പം, എന്നാൽ പോലും നമുക്കത് ഭയങ്കര അതൊന്നും ഇനി ഇപ്പോഴത്തെ ജനറേഷനായി അത് ഇപ്പോൾ മറ്റൊന്ന് വൈരക്കല്ലുകളല്ലേ. ഈ ഡയലോഗുകൾ സെറ്റിൽ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യണതിന് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള തമാശകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടം നടക്കുമ്പോൾ NM സാർ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് പ്രോംപ്റ്റിംഗ് ഒന്നും വേണ്ട, പുള്ളി അങ്ങ് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, അപ്പോൾ റിഹേഴ്സൽ ചെയ്ത് ഓക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടേക്ക് പോവാം. ടേക്കിൽ പുള്ളിയുടെ ഡയലോഗ് തെറ്റിപ്പോയപ്പോൾ സിദ്ദിഖ് എന്നിട്ട് പറഞ്ഞു, സാർ ആ റിഹേഴ്സലിൽ സാർ പറഞ്ഞത് കറക്റ്റായിരുന്നു. അത് കറക്റ്റായിരുന്നോ? എന്നാൽ പിന്നെ അത് എടുത്തുകൂടായിരുന്നോ ചോദിക്കും. അങ്ങനെ ഒരുപാട് ഭരതേട്ടൻ്റെയൊക്കെ ഒരുപാട് തമാശകളുണ്ട്. ഈ തൊട്ട് അങ്ങനെ ചെയ്യുക, അത് പറയണം. പിന്നെ തൊട്ടിട്ട് ഞെട്ടിപ്പോയവരുണ്ട് ചിലർ. ഡബ് ചെയ്യുമ്പോൾ തൊടാൻ പറഞ്ഞ് നിൽക്കും, പക്ഷെ തൊടുമ്പോൾ ഇത് കണ്ടിട്ട് പേടിച്ചു പോകും. പക്ഷേ നിങ്ങളൊക്കെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പം നേരത്തെ ജോണിച്ചേട്ടൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്, നമുക്കൊരു ഇൻ്റർവ്യൂ പോലെ പോലും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, സിനിമയിലെ കുറച്ച് പറഞ്ഞെങ്കിൽ ആ ഒരു അനുഭവങ്ങൾ കേൾക്കാനും പ്രേക്ഷകർക്ക് ഇഷ്ടമായിരിക്കും. യാതൊരു മാറ്റില്ല, അനുഭവങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് ഒത്തിരി. നമ്മൾ സിനിമ മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങൾ കേൾക്കാൻ കാണാനും ഇഷ്ടമുള്ള സിനിമയായിരിക്കും. മുഷിയില്ല. കാരണം ഇത്തരം ഇത്തരം ഈ മധ്യമുള്ള ജീവിതങ്ങൾ ആളുകൾക്ക് ഒട്ടും ബോറടിക്കുന്നില്ല. അവർ തുടക്കം വരെ ഒടുക്കം വരെ കണ്ടുകൊണ്ടിരിക്കും, സ്മൂത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അത് ഫാമിലീസ് ഭയങ്കരമായിട്ട് ലൈക്ക്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ്. ആരും ഈ പടം കണ്ട് മോശമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു സിനിമ വീണ്ടും ഫാമിലിക്ക് കാണാൻ പറ്റിയ, ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒരുമിച്ച് പോയി തിയേറ്ററിൽ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, ഇവരുടെ സംസാരം കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട് അല്ലേ. അത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കാൻ പറ്റും അല്ലേ. ഗായത്രിയൊക്കെ കുറെ നേരം അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഗായത്രിയെ കുറെ നേരമായിട്ട് ഞാൻ പറഞ്ഞ ചോദ്യം തന്നെ മനസ്സിലാകാതെ പിന്നെ അത് മനസ്സിലാക്കാൻ ശരിക്ക് അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്റെ ചോദ്യം വിട്ടില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാം. ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിയെ കാണുമ്പോൾ
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് എനിക്ക് ചോദിച്ചൊരു ഉത്തരം കിട്ടിയില്ല. അങ്ങനെ പറയാം ഗായത്രി. ഇല്ല. ഗായത്രി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പം മധുരമായ ജീവിതം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒരു മധുരമായി തന്നെ കയറട്ടെ. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമയുടെ കൂടെ യാത്രയുണ്ടാവും. ശ്രദ്ധിക്കുക, കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കുറേ നാളുകളായി ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നു, നല്ല നല്ല സിനിമകൾ വരാനിരിക്കുന്നു. എല്ലാവരും നല്ല സിനിമകളുടെ ഭാഗമാവുക. ജോണിച്ചേട്ടൻ എന്നും സിനിമ അഭിനയത്തിലേക്ക് മാത്രമാണ് CID 3 ആയിട്ട് വരാതെ വിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിലും കുറേ നാളത്തേക്ക് അഭിനയം നിർത്തിയെന്ന് ഡയറക്ഷനിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിളി കുറയുന്നുണ്ട്, അതുകൊണ്ട് പടമുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു.